ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൗമാരപ്രായക്കാരും യൗവനപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കളന്മാരെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്. അതെന്താണ് അങ്ങനത്തെ ഒരു മനോഭാവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് പലതും മാതാപിതാക്കൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സഹകരണമില്ല. ഒരു ശത്രുവിനെ പോലെ വീക്ഷിക്കുന്നു. ആഹാരവും ആവശ്യത്തിന് പൈസയും അതൊക്കെ അവർക്ക് വേണം. പക്ഷേ സ്നേഹത്തോടെ മാതാപിതാക്കളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ സമയം ചെലവഴിക്കാനോ അവർക്ക് നേരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ വിചാരിക്കുക അവരുടെ നേച്ചർ, അവരുടെ പ്രായാവുന്നതനുസരിച്ച് സ്വഭാവത്തിൽ വരുന്ന മാറ്റമായിരിക്കും വിചാരിക്കും. പക്ഷെ അവർ കൂട്ടുകാരെ കാണുമ്പോൾ വളരെ തിമിർത്ത് ആർത്ത് സന്തോഷിക്കുന്ന കാണാം. മാതാപിതാക്കളുടെ അടുത്ത് ആകുമ്പോഴത്തേക്കും അതില്ല. അതെന്തായിരിക്കും എൻ്റെ കാരണം? നമുക്ക് മനസ്സിലാകാത്തൊരു സബ്ജക്റ്റാണത്. ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അതിൽ രൂപപ്പെടുന്ന എന്തെങ്കിലും സ്വഭാവ സവിശേഷതയായിരിക്കാം എന്ന് ആശ്വസിക്കാം. പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ചിന്തിച്ചു നോക്കിയേ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അപ്പനും മക്കളൊക്കെ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ. നല്ല സ്നേഹവും അതുപോലെ തന്നെ ഐക്യവും ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് അണുകുടുംബം ആയതോടുകൂടി ആളുകൾ കൂടുതൽ സ്വാർത്ഥരായി തീർന്നു. അത് മക്കളെയും ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ. നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി, മക്കൾ തിരിച്ചറിയേണ്ട സംഗതി, ഈ ഭൂമുഖത്തെ ഏറ്റവും അധികമായിട്ട് അവരെ സ്നേഹിക്കുന്നത് മാതാപിതാക്കളാണ്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. അവരുടെ ഒരു ധാരണ കൂട്ടുകാരായിരിക്കാം എന്നാണ്. പക്ഷെ കൂട്ടുകാർക്ക് പരിധികളുണ്ട്. കൂട്ടുകാരൊക്കെ ഒരു നിശ്ചിത സമയം വരെ കൂടെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഏത് കാലഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി കരുതൽ പ്രകടമാക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും മാതാപിതാക്കളാണ്. പക്ഷെ അത് എന്താണ് അവർ തിരിച്ചറിയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മാതാപിതാക്കൾ മക്കളുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉപദേശിക്കുന്നുണ്ടായിരിക്കാം. ഈ ഉപദേശം കൊടുക്കുന്നത് അവരോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. പക്ഷെ അവർ വിചാരിക്കുന്നത് അവരുടെ എന്തോ വെറുക്കപ്പെട്ടവരായിട്ട് വീക്ഷിക്കുന്നുണ്ട്, സകലത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന മാതാപിതാക്കൾ എന്ന നിലയിലായിരിക്കും അവർ പക്ഷെ അവരുടെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല. വാസ്തവത്തിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർ കുഴപ്പങ്ങളിൽ പോയി ചാടാതിരിക്കാന്നൊക്കെ കൊണ്ടു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കുന്നതെന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നു. ഒരുപക്ഷെ അവർ യാത്ര പോയി ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് വരാതെ ഇരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ടെൻഷൻ കാരണം വിളിക്കും. അത് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എന്തിനാണ് നിൻ്റെ വീട്ടിൽ നിന്ന് ദരിദ്രൻ്റെ അപ്പനും അമ്മയും വിളിക്കുന്നത് എന്ന് വിളിക്കും. അപ്പോൾ അത് അവരെ ആ ഒരു സംഗതി അവർക്ക് തരണം ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശല്യമായിട്ട് വിചാരിക്കും. എന്നാൽ അവന് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. എൻ്റെ അച്ഛനമ്മ എന്നോട് വളരെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. നിൻ്റെ അച്ഛനമ്മ നിന്നെ വിളിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ എൻ്റെ അച്ഛനമ്മ എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അവർക്ക് എന്നോട് കരുതലുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ പ്രശ്നം തീരേണ്ട രഹസ്യമേ ഉള്ളൂ. അതിനെ വളരെ ടാക്റ്റ്ഫുള്ളായിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യാവുന്നുള്ളൂ ആൾക്ക്, അല്ലെങ്കിൽ ആ മോന്. പക്ഷെ പലപ്പോഴും അവൻ എന്ത് ചെയ്യുന്നത്, ഈ കൂട്ടുകാരുടെ വാക്ക് കേട്ടിട്ട് ശരിയാണല്ലോ, ഈ തെരുതെരവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെ കൈയെടുത്താലല്ലേ എന്ന് കൂട്ടുകാരുടെ ചിന്താഗതിയോട് യോജിക്കുന്ന വിധത്തിൽ ഇവൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. ഉണ്ടോ? അപ്പോൾ കൂട്ടുകാരുടെ സ്വാധീനമായിരിക്കാം, ചിന്താഗതി ആയിരിക്കാം ഉള്ളത്. പക്ഷേ ഈ ഒരു ചിന്തയൊക്കെ മറിഞ്ഞു വരണമെങ്കിൽ അവർ പിന്നീട് ഒരു പേരൻസിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോഴേ അതിൻ്റെ വാല്യൂ തിരിച്ചറിയത്തുള്ളൂ. പക്ഷെ അന്നേരേക്ക് അവർ വളരെയധികം അകൽച്ചയിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമുഖത്ത് നമ്മൾ മക്കളെ തിരിച്ചറിയേണ്ട സംഗതി, അവരെ കരുതുന്ന അത്രയും ഈ ഭൂമുഖത്ത് അവർക്ക് വേണ്ടി കരുതുന്ന വേറെ ആരും ഈ ഭൂമുഖത്ത് ഇല്ല എന്നുള്ള സംഗതി തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ എത്രയോ സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അവർ, അല്ലേ? എല്ലാ സമയത്തും. പക്ഷേ കൂട്ടുകാർക്ക് പരിധിയുണ്ട്. നിങ്ങളെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാനും ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കാൻ സഹായിക്കാനും. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമെങ്കിലും എന്നും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ നിങ്ങളുടെ അച്ഛനമ്മയല്ലേ. എത്രയോ കുട്ടികൾ നിൽക്കറിയാം. ചില കുട്ടികൾ ചിലപ്പോൾ രോഗം ബാധിച്ചോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചോ പാരലൈസ്ഡ് ആയി പോയി വർഷങ്ങളോളം ബെഡിൽ കിടന്നിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം അവരുടെ അമ്മയൊക്കെ എടുക്കുന്ന കെയർ വളരെ ശ്രദ്ധേയമാണ്. ആര് നിൽക്കും അങ്ങനെ? ചിന്തിച്ചു നോക്കി. പക്ഷെ അവർക്ക് ഒരിക്കലും മടുപ്പില്ല, അല്ലേ? ചിന്തിച്ചു നോക്കി. പക്ഷെ അതാണ്, ആ ഒരു സംഗതിയാണ് മക്കൾ തിരിച്ചറിയേണ്ട സംഗതി. അപ്പോൾ അതുകൊണ്ട്
അവിടെ യഥാർത്ഥ ഫ്രണ്ടായിട്ട് അവർ കരുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് മക്കൾ വരണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും കൂട്ടുകാരുടെ സ്വാധീനമായിരിക്കും അങ്ങനെ അവരെ ആ വിധത്തിലേക്ക് വഴിതെറ്റിക്കുന്നത്. അപ്പോൾ അച്ഛനമ്മയെ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ വിധത്തിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നോട് വളരെ കരുതലുണ്ട്, അതുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നത് ഉണ്ടോ, അപ്പോൾ എത്ര സ്നേഹമുള്ള മാതാപിതാക്കളാണ് എനിക്കുള്ളത് എന്ന വിധത്തിൽ അവന് വേണ്ടി ചിന്തിക്കുക. അല്ലെങ്കിൽ കൂട്ടുകാരങ്ങനെ പറയുന്നത് കൂട്ടുകാരെ വേണേൽ തിരുത്താം. അതാണ് ശരിയായ വിധം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതാണ്. അച്ഛനും അമ്മയാണ് എപ്പോഴും അവർക്ക് എന്നും കൂടെയുള്ള ഉറ്റ സുഹൃത്തുക്കൾ. അവരെ ആത്മാർത്ഥമാണ് സ്നേഹിക്കുന്നത്. അവർക്ക് അവരെ എന്തെങ്കിലും അവരുടെ തിരുത്തലുകൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും ചിന്തിക്കുക. അപ്പോൾ അവർ മക്കൾ ചിലപ്പോൾ ചിന്തിക്കുക അവർ പഴഞ്ചനല്ലേ, ഇപ്പോഴത്തെ ആധുനിക കാഴ്ചപ്പാടൊന്നും അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ജീവിത അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അഭിമുഖീകരിച്ചുള്ളത് ആ അറിവ് അത് വ്യത്യസ്തമാണ്. അത് മക്കൾക്കില്ല, മാതാപിതാക്കൾക്കേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സംഗതിയുടെ വരുംപരാതികളിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മിക്കവാറും മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിയും. എന്നാൽ മറ്റൊരു അത്രയും വിശാല ചിന്താധികാരമല്ല മക്കൾ. അവർ ഷോർട്ടായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്താണോ അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുഭവ പരിചയം എന്നുള്ള വലിയൊരു പരിചയമാണ്. അതിനേക്കാളും കൂടുതൽ ജീവിതം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കാൻ കഴിയും. അത് മക്കൾ തിരിച്ചറിയുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.